മഴക്കാലം അവസാനിച്ചു, ആകാശം തെളിഞ്ഞു, ഭൂമി ശാന്തമായി. പക്ഷേ പ്രഭു ശ്രീരാമന്റെ മനസ്സിൽ മാത്രം ശാന്തി ഉണ്ടായിരുന്നില്ല. മാതാ സീതയെ വേർപിരിഞ്ഞുള്ള ഓരോ നിമിഷവും അദ്ദേഹത്തിന് യുഗങ്ങൾ പോലെ തോന്നി. മാസങ്ങൾക്ക് മുമ്പ് സുഗ്രീവൻ നൽകിയ വാഗ്ദാനം പ്രഭു ശ്രീരാമൻ ഓർത്തു. ബാലിയുടെ കൈകളിൽ നിന്ന് രാജ്യവും പത്നിയെയും സുഗ്രീവന് വീണ്ടെടുത്ത് നൽകിയത് ശ്രീരാമചന്ദ്ര പ്രഭു ആയിരുന്നു. പകരം മഴക്കാലം കഴിഞ്ഞാൽ മാതാ സീതയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് സുഗ്രീവൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ രാജ്യം കിട്ടിയതോടെ സുഗ്രീവൻ സകലതും മറന്നു. കിഷ്കിന്ധയിലെ കൊട്ടാരത്തിൽ സുഖഭോഗങ്ങളിലും മദ്യലഹരിയിലും അദ്ദേഹം മുഴുകി. തന്റെ ജ്യേഷ്ഠൻ കണ്ണീരോടെ കാത്തിരിക്കുമ്പോൾ സഹായിക്കേണ്ട സുഗ്രീവൻ നന്ദികേട് കാണിക്കുന്നത് ലക്ഷ്മണന് സഹിക്കാനായില്ല. ലക്ഷ്മണന്റെ ഉള്ളിൽ ക്രോധം ഒരു കാട്ടുതീ പോലെ പടർന്നു. അദ്ദേഹം വില്ലും ശരങ്ങളും എടുത്ത് കിഷ്കിന്ധയിലേക്ക് യാത്രയായി. കോപം കൊണ്ട് ചുവന്ന കണ്ണുകൾ കണ്ടപ്പോൾ വാനര വീരന്മാർ ഭയന്നോടി. കിഷ്കിന്ധയിലെ കൊട്ടാര കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ലക്ഷ്മണൻ അലറിക്കൊണ്ട് പറഞ്ഞു, സുഗ്രീവ, ബാലി പോയ അതേ വഴി തന്നെയാണ് വാഗ്ദാനം ലംഘിക്കുന്നവർക്കുമുള്ളത്. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ സുഗ്രീവന്റെ മദ്യാലസ്യം മാറ്റി. പുറത്തേക്ക് വന്ന സുഗ്രീവൻ കണ്ടത് കോപം കൊണ്ട് വിറയ്ക്കുന്ന ലക്ഷ്മണനെയാണ്. ആ നോട്ടത്തിന് മുന്നിൽ സുഗ്രീവന്റെ കിരീടം താഴ്ന്നു. ഭയത്തേക്കാൾ വലിയൊരു കുറ്റബോധം അദ്ദേഹത്തെ തളർത്തി. താൻ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിച്ചപ്പോൾ തുണയായ ശ്രീരാമനെയും അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനവും മറന്നുപോയല്ലോ എന്ന നീറ്റൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചു. തുടർന്ന് സുഗ്രീവൻ ലക്ഷ്മണന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ആ പശ്ചാത്താപം ആത്മാർത്ഥമായിരുന്നു. ഉടൻ തന്നെ സുഗ്രീവൻ ലക്ഷക്കണക്കിന് വാനരന്മാരെ വിളിച്ചുകൂട്ടി. ലോകത്തിന്റെ 4 ദിക്കിലേക്കും മാതാ സീതയെ അന്വേഷിക്കാനായി അയച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട തെക്കൻ ദിക്കിലേക്ക് ഹനുമാൻ, അംഗദൻ, ജാംബവാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തിരിച്ചു. ആ യാത്രയ്ക്ക് മുൻപ് മാതാ സീതയ്ക്ക് തിരിച്ചറിയാനായി പ്രഭു ശ്രീരാമൻ തന്റെ മുദ്രമോതിരം ഹനുമാൻ സ്വാമിയെ ഏൽപ്പിച്ചു. അധികാരവും സുഖങ്ങളും ലഭിക്കുമ്പോൾ നമ്മളെ സഹായിച്ചവരെ മറക്കരുത്. സുഗ്രീവന്റെ ഈ പശ്ചാത്താപവും തിരിച്ചറിവുമാണ് പിന്നീട് രാവണവധത്തിലേക്കും മാതാ സീതയുടെ വീണ്ടെടുപ്പിലേക്കും വഴി തുറന്നത്.